നമസ്കാരം. നോർത്ത് ഇന്ത്യയിൽ 4 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുന്നു. 3 ഇടങ്ങളിലും ബി.ജെ.പിക്ക് ശക്തമായ മേൽക്കൈ. ഡൽഹിയിലെയും ഛത്തീസ്ഗഡിലെയും തിരഞ്ഞെടുപ്പ് ലീഡുകൾ മാറിയും മറിഞ്ഞും വരുന്നതിനിടയിൽ ചർച്ച തുടരുന്നു. നോർത്ത് പോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഫക്റ്റീവ്ലി 4 നേതാക്കളെ പരിചയപ്പെടുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. മധ്യപ്രദേശിൽ ചൗഹാൻ, അതുപോലെ ഛത്തീസ്ഗഡിൽ ശ്രീ രമൺ സിംഗ്, വസുന്ധര രാജ രാജസ്ഥാനിൽ, അതുപോലെ തന്നെ പാർട്ടിക്ക് ഹർഷവർദ്ധൻ ഡൽഹിയിൽ. നേതാക്കളുടെ വിജയമാണോ അതോ പാർട്ടിയുടെ വിജയമോ? അല്ല, ബി.ജെ.പി. എന്ന് പറഞ്ഞൊരു കേഡർ ബേസ്ഡ് മാസ് പാർട്ടിയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സാധാരണ രീതിയിൽ ഞങ്ങളുടെ സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ നിശ്ചയിക്കും. അതിനേക്കാൾ അപ്പുറത്ത് ഞങ്ങളൊരു കേഡർ പാർട്ടിയാണ്. അപ്പോൾ അതൊരു കേഡർ പാർട്ടി ആയതുകൊണ്ട് തന്നെ, കേഡർ ബേസ്ഡ് മാസ് പാർട്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ പലപ്പോഴും ചർച്ചകൾ നടത്തുമ്പോൾ ഇത് നരേന്ദ്രമോദിയെ മാറ്റി നിർത്തി ഈ വിജയത്തെ ആളുകൾ പരിശോധിക്കുന്നു. വേറെ പല തലങ്ങളിലുള്ള പരിശോധനകൾ നടക്കുന്നു. പക്ഷേ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ചൗഹാൻ ഈ തെരഞ്ഞെടുപ്പിലും ആ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ഇപ്പോഴും ചൗഹാനെ അംഗീകരിക്കുന്നു. ഇന്ത്യയുടെ വികസന രാഷ്ട്രീയ രംഗത്ത് ഈ പ്രസ്ഥാനം, ഈ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി, ഇത് രണ്ടുമാണ് ഒരുപക്ഷെ മധ്യപ്രദേശിൻ്റെ വിജയം മാതൃക. ഓരോ സംസ്ഥാനത്തും വികസനത്തെ സംബന്ധിച്ച് അവർക്കുള്ള സങ്കല്പം വ്യത്യാസമായിരിക്കും. മഹാരാഷ്ട്രക്കാരൻ്റെ സങ്കല്പം ഒരിക്കലും മലയാളിയുടെ സങ്കല്പം, മലയാളിയുടെ സങ്കല്പമല്ല ഗുജറാത്തിൻ്റെ സങ്കല്പം. ഗുജറാത്ത് എന്ന് വെച്ചാൽ വ്യവസായവൽക്കരിക്കപ്പെട്ട നഗരത്തിൽ ഗ്രാമത്തിലും അത് നഗരത്തിലും ഗ്രാമത്തിലും വ്യത്യാസം വരും. വെള്ളം, കുടിവെള്ളം അതൊരു വിഷയമായിട്ട് വരുമെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഒരു കേരളത്തിൻ്റെ നിലവാരത്തിലേക്കെങ്കിലും എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചൗഹാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവർ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വികസന സങ്കല്പം. വികസനമാണ് ഒരു മുഖ്യ വിഷയമെങ്കിൽ ഡൽഹിയിൽ ഷീലാ ദീക്ഷിതും ഉയർത്തിക്കാട്ടിച്ചു. ഡൽഹിയിൽ മെട്രോ വന്നു, വളരെ സുന്ദരമായൊരു നഗരം, ലോകോത്തര നഗരം വന്നു, കോമൺവെൽത്ത് ഗെയിംസ് കൊണ്ടുവന്നു, അവിടെ അഴിമതി നടന്നു എന്നുള്ള രണ്ടാമത്തെ വിഷയം. ഡൽഹിക്കാരന് നന്നായി സഞ്ചരിക്കാനും നല്ല വെള്ളം കുടിക്കാനും ഉള്ളൊരു ജീവിത സാഹചര്യം ഒരുക്കി എന്നാണ് ഷീലാ ദീക്ഷിത് പ്രചരണത്തിലുടനീളം ഉയർത്തിക്കാട്ടിയത്. എന്നിട്ടും എന്തുകൊണ്ട് തോറ്റുപോയി? ഡൽഹിക്ക് ഒരു നല്ല മുഖം കൊടുക്കാൻ കഴിഞ്ഞ ശക്തിയായ മുഖ്യമന്ത്രിയാണ് ഷീലാ ദീക്ഷിത്. പാർട്ടിയുടെ അകത്തും പൊതുജനങ്ങളുടെ ഇടയിലും മറ്റു പ്രതിപക്ഷ അംഗങ്ങളുടെ ഇടയിലും ഷീലാ ദീക്ഷിതിനെക്കുറിച്ച് വ്യക്തിപരമായി വലിയ ബഹുമാനവും അംഗീകാരവും ഉണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ്സിന് വന്ന വീഴ്ച എന്ന് ഞാൻ അനലൈസ് ചെയ്യുന്നത്, ഈ സാധാരണക്കാരായ ജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും ഭരണകൂടവും തമ്മിലുള്ള ആശയവിനിമയത്തിൽ എവിടെയോ ഒരു ചൂഷണം, അതല്ലെങ്കിൽ ഒരു ശോഷണം നടന്നിട്ടുണ്ട്.